അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എൻ്റെ ചാനലിൽ ഞാനിത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ 4000 ഫോളോവേഴ്സ് എത്തിച്ചത്. ഒരുത്തനും കൂടെ ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ? എന്നെ പുച്ഛിക്കുന്നവനായാലും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരായാലും മനസ്സിലാക്കേണ്ടത് ഇത് ഇത്രയും ആക്കിയെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായുള്ളൂ. ഇനിയും ഞാൻ ഒറ്റയ്ക്ക് മതി. കൂടെ ഒരാളും എന്നെ പ്രത്യേകിച്ച് സഹായിക്കൊന്നും വേണ്ട, മനസ്സിലായില്ലേ? എനിക്ക് ആരുടെ സഹായവും വേണ്ട. പിന്നെ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം കൂടെ നിന്നാൽ മതി, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഞാൻ മാത്രമല്ലല്ലോ ഒരു ഓപ്ഷൻ ഉള്ളത്. ലോകത്ത് കുറേ പേരില്ലേ, യൂട്യൂബ് ചാനലിൽ കുറേ ഇല്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളുടെ കലിയും സന്തോഷവും വിഷമമൊക്കെ അവിടെ തീർക്ക്, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കമൻറ്റ് ബോക്സിലുണ്ട്, പറഞ്ഞോളൂ. എനിക്കൊരു വിഷമവുമില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടായിരിക്കും. ഒരു സുഹൃത്ത് അതായത് എൻ്റെ അവതരണം ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്നും അതിനെക്കുറിച്ച് വലിയ മറുപടി കൊടുക്കാൻ പോയിട്ടില്ല. എങ്കിലും ഞാൻ അവനോട് പറയാനുള്ളൊരു കാര്യം നീ മനസ്സിലാക്കണം. നീ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എത്ര സുഖമുണ്ടെന്നൊക്കെ നിനക്ക് മനസ്സിലാവും. അതൊന്ന്. രണ്ടാമത്തത്, ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയും പവർഫുള്ളും അത്രയും സെറ്റപ്പായിട്ടുള്ള ഒരു എൻട്രി ആണ് പറഞ്ഞു കൊടുത്തത്. അതായത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതും അതേപോലത്തെ ഒരു എൻട്രീനെ കുറിച്ചിട്ടാണ്. അപ്പം അന്ന് അത് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കമൻറ്റ് ഇട്ടേക്കാണ്, എന്താ പറയുക, ചാർട്ടിൽ കാണിച്ചു തന്നാൽ കുറച്ചും കൂടി വ്യക്തമായിരിക്കും, ചാർട്ടിൽ കാണിച്ചു തന്നാൽ കുറച്ചും കൂടി വ്യക്തമായിരിക്കും എന്നുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ ഞാൻ എഴുതി കൊടുക്കണോ? വെറുതെ ചിന്തിച്ച് നോക്കിയേ. അത് കണ്ടുപിടിച്ച് ആ ആൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കിയെടുക്കേണ്ട കഴിവ് അല്ലെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങളുടെയാണ്. ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാർട്ടിൽ കാണിക്കാതെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വരച്ച് കാണിച്ചത്. അതുപോലും ഒരു മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മാമനല്ല വാരിത്തരാന്ന്. മനസ്സിലായ? പിന്നെ ഒരാൾക്കും വേണ്ടി ഞാൻ എൻ്റെ സ്വഭാവം മാറ്റില്ല കേട്ടാ. അഭിനയിക്കാൻ നേരില്ലാത്തതുകൊണ്ടാണ്, മനസ്സിലായോ? ഓക്കെ, ഇനി സംസാരം ഞാൻ കുറയ്ക്കുകയാണ്. ഞാൻ അധികം ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മനുഷ്യനാണ്, പല രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഓരോരുത്തരെ പ്രഷറായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു തീർക്കുന്നത്. ഓക്കെ, വിടാം കേട്ടോ. പഠിക്കാനിരിക്കുന്നവർ ശ്രദ്ധിച്ചിരുന്നോ? നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിറ്റ് കോയിൻ എന്താണ്? ക്രിപ്റ്റോ കറൻസിയാണ്, അറിയാലോ? ഓക്കെ, ഫോറക്സ് എല്ലാവർക്കും അറിയാം. പെയേഴ്സ് വരുന്നതാണ് ഫോറക്സ്. ഇപ്പോൾ യൂറോ USD, JPY USD എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള പെയേഴ്സ് വരുന്നതാണ്, അല്ലേ? XAU USD, അതായത് നമ്മുടെ ഗോൾഡ് കമ്മോഡിറ്റി. ഓക്കെ, ഇതൊക്കെ എന്താണ്? പെയേഴ്സാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഈ ഗോൾഡിലും അതേപോലെ തന്നെ ക്രിപ്റ്റോയിലും, അത് ഗോൾഡ് മീൻസ് ഈ ഫോറക്സിലും ക്രിപ്റ്റോയിലും ഒക്കെ 1 hour ചാർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലുള്ള എൻട്രീസ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്, മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും 15 മിനിറ്റിലോ 5 മിനിറ്റിലോ ഇത് ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ അപേക്ഷയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SL വയ്ക്കാൻ കറക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ SL വെച്ചാൽ തന്നെ അത് ടപ്പേന്ന് അടിച്ചു പോകും, മനസ്സിലായോ? നമ്മൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഒരു $100, $200, $300 ഇട്ടിട്ടാണ് ട്രേഡ് ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ SL എത്ര വയ്ക്കും? കൂടി വന്ന $20 $30 മാക്സിമം വയ്ക്കുള്ളൂ സാധാരണ. എല്ലാവരും $15 $10 വയ്ക്കുന്ന ആൾക്കാരാണ്, സാധാരണക്കാരെ കേസാണ് ഞാൻ പറയണേ. അപ്പോൾ അതൊക്കെ ടപ്പേന്ന് അടിച്ച് പോവും. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ 1 hourലൊക്കെ ആകുമ്പോൾ എന്താ ഗുണം എന്നറിയോ? നമുക്ക് പക്ക എൻട്രിയും കിട്ടും. നിങ്ങളിപ്പോൾ ഈ $10 SL വെച്ചാലും അത് പെട്ടെന്ന് ഹിറ്റ് ചെയ്യില്ല. നിങ്ങളതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും നന്നായിട്ട് സംസാരിച്ചതിന് ശേഷമേ ഇത് പഠിപ്പിക്കാറുള്ളൂ, അല്ലേ? പലർക്കും ബോറടി ഉണ്ടാവും. കാരണം നമ്മൾ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ സെല്ലേഴ്സ് ഫെയിലായത് ബയ്യേഴ്സ് ഫെയിലായത് കാണാൻ പറ്റും, ഇല്ലേ? കണ്ടല്ലോ, ഈ ഒരു ഏരിയ കണ്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒരു
ബ്രേക്കിംഗ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ, നമ്മുടെ ഒരു ഇത് മറ്റേ ഓക്കെ, ഈ ടൂൾ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും എന്ത് നല്ല ബ്രേക്കിംഗ് ആണെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ ആണ്, 50% എബോ ബ്രേക്കിംഗ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ എടുത്താലോ എന്ന് തോന്നും, പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? 2 പ്രോബ്ലം ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ വിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കാറില്ല സാധാരണ. 2, അങ്ങനെ വന്നാലും കുഴപ്പമില്ല, എൻട്രി എടുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഇവിടെ സെല്ലേഴ്സ് ഫെയിലാവണം. ഇവിടെ സെല്ലേഴ്സ് ഫെയിലായിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും മനസ്സിലാക്കണം, ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ക്യാൻഡിലെ മൂവ് അനുസരിച്ചിട്ട് എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിന് ശേഷം നടന്നത് എന്താണ്? ഓക്കെ, ഇവിടെ ബയ്യേഴ്സ് ഫെയിലായി, ഇവിടെ വീണ്ടും ബയ്യേഴ്സ് ഫെയിലായി. ഇതൊക്കെ 1 ഹവറിൻ്റെ ചാർട്ടാണെന്ന് മനസ്സിലാക്കണേ. ഇവിടെ നല്ലൊരു സ്ട്രോങ് മൂമെൻറ്റിൽ വന്നതായിരുന്നു, വീണ്ടും ബയ്യേഴ്സ് ഫെയിലായി ലാസ്റ്റ്. അപ്പോൾ ഈ ഫെയിലാവുന്ന ഏരിയ എന്തായി മാറുന്നുണ്ട്? നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്, അത് സപ്ലൈ സോണായി മാറുന്നുണ്ട്. ഓക്കെ, അതേപോലെ താഴെ നോക്കിയാൽ നല്ല ഇതൊരു സപ്പോർട്ടായിട്ട് മാറുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ടൂൾ എടുത്തിട്ട് ഇപ്പോൾ താഴേക്ക് വരുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഈ ബോഡി വരെ വരച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരെ വരച്ച് കഴിഞ്ഞാൽ ഇതെവിടെ ക്ലോസിങ് വന്നിരിക്കണം മുകളിൽ, അപ്പോൾ ജന്മത്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അതൊരു സ്ട്രോങ് സപ്പോർട്ടാക്കി വരച്ചു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളെ ഇങ്ങനെ ഈ സ്ട്രോങ് സപ്പോർട്ട്, സ്ട്രോങ് റെസിസ്റ്റൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ ഏത് ഏരിയയിലേക്കാണ് കൂടുതൽ പോവാൻ ചാൻസ് എന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് നോക്കിക്കോ, ഈ മാർക്കറ്റ് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? മാർക്കറ്റ് വന്നിട്ടുള്ളത് ഈ ഏരിയ നിന്നാണ് അല്ലേ? ഇവിടെ നിന്നാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത്രയും ബയ്യേഴ്സ് കൂടിയാണ് അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ട്? ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഇംബാലൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഇംബാലൻസ് കളക്ട് ചെയ്യാൻ മേ ബി മാർക്കറ്റ് വരാറുണ്ട്. പക്ഷേ ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് ഇതുപോലൊക്കെ ഒരു കൺസോൾട്ടേഷൻ പീരീഡ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ബോക്സ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത് വെച്ചാൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത. സെയിം സെനാരിയോ തന്നെ ആണ് നമ്മുടെ ബെയറിഷിലേക്കും. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടൊരു വരവ് വന്നു, പിന്നെ അവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ കളിക്കുകയാണ്. ഇങ്ങനെ വന്നു സപ്പോർട്ട് ഉണ്ടാക്കി, റെസിസ്റ്റൻസ് ഉണ്ടാക്കി, സപ്പോർട്ട് ഉണ്ടാക്കി, റെസിസ്റ്റൻസ് ഉണ്ടാക്കി, സപ്പോർട്ട് ഉണ്ടാക്കി, റെസിസ്റ്റൻസ് ഉണ്ടാക്കി. ഇതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ താഴേക്ക് വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് 90% സെനാരിയോകൾ നടക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾ മനസ്സിലാകുമ്പോൾ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം, എന്താണ് ഇങ്ങനെ വരുമ്പോൾ അപ്സൈഡിലേക്ക് പോകാനാണ് പോസിബിലിറ്റി കൂടുതൽ, പക്ഷേ ഓടിച്ചാടി എടുക്കരുത്, കൺഫർമേഷൻ മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ഒരു ബ്രേക്കിംഗ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ബോഡി എടുത്ത് നോക്കും. ബോഡി എടുത്ത് എങ്ങനെ നോക്കും? ഇവിടെ നിന്ന് എടുത്തു, നമ്മൾ ഇവിടെ വെച്ചു. ഇപ്പോൾ 50% എബോ ബ്രേക്കിംഗ് ആണോ? നോക്കിയേ, ബ്രേക്കിംഗ് അല്ലേ? ഓക്കെ, ബ്രേക്കിംഗ് കിട്ടി. ഇനി സെല്ലേഴ്സ് ഫെയിൽ ആവണം. നിങ്ങൾ നോക്കിയേ, സെല്ലേഴ്സ് ഇവിടെ ഫെയിൽ ആയിട്ടുണ്ട് മക്കളെ, സെല്ലേഴ്സ് ഫെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ഈ സെല്ലേഴ്സ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ ഇല്ലയെന്നറിയില്ല, ഒന്നും കൂടി ശ്രദ്ധിച്ചോ. എപ്പോഴാണോ നെക്സ്റ്റ് ക്യാൻഡിൽ ഉണ്ടാവുന്നത്, ആ ക്യാൻഡിൽ എവിടേക്ക് വരണം? ഈ ഏരിയയിലേക്ക്, ഇതിൻ്റെ തൊട്ട് താഴേക്ക്, ഈ ഫെയിൽ ആവുന്നതിൻ്റെ തൊട്ട് താഴേക്ക് വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ഇടയ്ക്കിട്ട് ഇങ്ങനെ ചില മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ടോ? അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ് സംസാരിക്കുമ്പോൾ നാവ് ഒന്ന് കെട്ടാവുന്നതാണ്, നിങ്ങൾ നോക്കണ്ട. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് ഇനി മാർക്കറ്റിന് വരേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവിടേക്ക് മാർക്കറ്റിന് വരേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്? ഈ ഏരിയയിലുള്ള ആ ലിക്വിഡിറ്റി അതുപോലെ തന്നെ ആ ഇംബാലൻസും കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് മുകളിലേക്ക് കാണിച്ചു ഇല്ലേ? മുകളിലേക്ക് കാണിച്ചു. ഈ മുകളിലേക്ക് കാണിക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഏരിയയിലൊക്കെ ആൾക്കാർ
എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? അതിന് എൻട്രി എടുത്ത് വെക്കുമ്പോൾ ഒരു മസ്റ്റ് സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഈ ഏരിയ ആയിരിക്കും, കണ്ടില്ലേ? ഓക്കെ, ഇതായിരിക്കും സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ വന്നിട്ട് ഈ ഒരൊറ്റ ക്യാൻഡിൽ വന്നിട്ട് എസ് എൽ അടിച്ചു, ഗ്രാബ് ചെയ്തു. ഓക്കെ, ശേഷം ഈ മാർക്കറ്റ് എവിടേക്കാണ് പോവുക? അപ്പ് സൈഡിലേക്കാണ് മാർക്കറ്റിന് പോകേണ്ടത്. അതായത് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ. കാരണം ചിലപ്പോൾ എന്തുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ക്യാൻഡിൽ കാണുമ്പോൾ ഒക്കെ ഈ ഏരിയ നിന്നൊക്കെ എൻട്രി എടുത്തിട്ട് വലിയ ടീമുകളുണ്ടാവും, വലിയ സെലക്ട് വയ്ക്കുന്ന ടീമുകളുണ്ടാവും. മനസ്സിലായോ? ഓക്കെ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുത്തിട്ട് ഇങ്ങനെ എസ് എൽ ഇട്ട് വയ്ക്കുന്ന ടീമുകളുണ്ടാവും. പക്ഷേ ഈ എസ് എൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നോക്കിയേ എത്ര ഡോളറാണ് വരുന്നത് നോക്കിയേ. $792. അത് $1000 പോയാലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡിൽ എടുക്കുന്നവരുണ്ടായിരിക്കാം. മനസ്സിലായോ? അതൊരു ഫേക്ക് ബ്രേക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ടാർഗറ്റ് വയ്ക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർക്ക് അറിയാം. ഈ ITC ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വയ്ക്കാൻ സാധ്യത കൂടുതലുള്ള ഏരിയ ഇതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടേക്കൊക്കെ വയ്ക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇതിങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിയ പോലെ സൂചനകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വയ്ക്കുന്നവരും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എല്ലാവരും വയ്ക്കും എന്നല്ല ഞാൻ പറയണത്, വയ്ക്കാൻ സാധ്യത ഉണ്ടാകും. ഓക്കെ, പക്ഷേ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? ടാർഗറ്റ് 1:2 അല്ലെങ്കിൽ 1:3 വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ഈ ബോഡിയുടെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ എൻട്രി എടുക്കുക എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷെ ഞാൻ വേറൊരു കേസും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഞാനങ്ങനെ പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്കുകൾ എന്താണെന്ന് വെച്ചാൽ, സാധാരണ മാർക്കറ്റ് ഓപ്പൺ ആയത് ഈ ഏരിയയിലാണ്. അതായത് ഈ ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ആയ അപ്പം തന്നെ മാർക്കറ്റ് കാണിച്ചിട്ടുള്ള ഒരു സെനാരിയോ എന്ന് വെച്ചാൽ, ഇവിടെ ഓപ്പണായിട്ട് മാർക്കറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, താഴേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിലായിരിക്കും നല്ല സ്ട്രോങ് ലിക്വിഡിറ്റി ഉള്ളത്. മനസ്സിലായോ? എന്തുകൊണ്ടത് പറയണമെന്നുള്ളത് ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ നോക്കൂ, ITC ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാവും അവർക്ക്. മനസ്സിലായോ? ഇതിൻ്റെ അടിയിലൊക്കെ SL ഉണ്ടാവും. ഇതിൻ്റെ അടിയിലൊക്കെ മനസ്സിലായോ? ഇതിൻ്റെ അടിയിൽ അത് കാരണം ഇത് എന്തുകൊണ്ടാണ് SL ഇടാൻ കാരണം വെച്ചാൽ ഇത് കണ്ടോ, ഇത് സ്ട്രോങ് ക്യാൻഡിലാണ്, ഇതൊരു സ്ട്രോങ് ക്യാൻഡിലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ സ്ട്രോങ് ക്യാൻഡിലിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ എപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ബൈയിങ് ചെയ്യും. അതായത് മേടിക്കും, മുകളിലേക്ക് പോകുന്ന ഉറപ്പായ കാരണം മേടിച്ചിടും. മനസ്സിലായോ? അപ്പോൾ ITC ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഏരിയ എന്നൊക്കെയാണ് എൻട്രി എടുക്കുക കൂടുതലും. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴേൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എൻട്രി എടുക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നുള്ളത്. ഇത് പിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ കുറേയൊക്കെ പോസിബിലിറ്റീസാണ്. അതായത് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ പ്രോബബിലിറ്റീസാണ്. മനസ്സിലായില്ലേ? സാധ്യതകൾ മാത്രമാണ്, നടക്കാതിരിക്കാം. മനസ്സിലായോ? ഒരു മിനിറ്റ്, നല്ല ക്ഷീണമുണ്ട്, വയ്യ തീരെ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ ഒരു ടൈം ഫ്രെയിമിൽ നമ്മൾ എൻട്രി കാര്യങ്ങൾ സെറ്റപ്പ് നോക്കുക. നമ്മൾ എടുക്കുന്നത് കുറഞ്ഞ ടൈം ഫ്രെയിമിലായിരിക്കണം. ഇപ്പോൾ 1 hourലാണ് നോക്കണമെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് 5 minute നമ്മൾ 15 minute നോക്കണമെങ്കിൽ എൻട്രി എടുക്കേണ്ടത് 3 minute 1 minute ആയിരിക്കണം. മനസ്സിലായോ? ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും മൈൻഡിൽ വയ്ക്കുക. അല്ലാതെ 1 hourൽ 1 hourൽ എൻട്രി എടുക്കരുത്. കാരണം എന്താണെന്നറിയോ? SL വലുതാവും, നമുക്ക് പരമാവധി ഡിസ്കൗണ്ട് കിട്ടണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ ഒരു സെനാരിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫർമേഷനോട് കൂടി എൻട്രി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനൊരു സെനാരിയോ കാണിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു,
മാർക്കറ്റ് വീക്ക് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ 5 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാലും ഇപ്പോൾ 5 മിനിറ്റിൽ പക്ഷെ നിങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ, അത് വേണ്ടാന്ന് ഞാൻ പറയുള്ളൂ. പക്ഷേ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുന്നവർക്ക് നോക്കാം കേട്ടോ. നോക്കിയേ, ഇത് ഈ ഒരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് ക്യാൻഡിലാണ്, 50% എബോവ് ആണ്. മാർക്കറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, ഈ ഒരു ഏരിയ ഉണ്ടോ വീക്ക്നെസ് ആയിട്ടല്ലേ താഴേക്ക് വരണത്, നോക്കിയേ അല്ലേ. ഈ ഒരു ക്യാൻഡിൽ നോക്കിയേ, സെല്ലേഴ്സ് ഫെയിൽ ആയിട്ടില്ല. ഒരു ക്യാൻഡിലല്ല, 2 ക്യാൻഡിലും സെല്ലേഴ്സ് ഫെയിൽ ആയിട്ടുണ്ട് ഉണ്ടല്ലോ. ഈ സെല്ലേഴ്സ് ഫെയിലായ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. അതായത് ആ വിക്കിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ SL ഒരിക്കലും ഇതിൻ്റെ താഴെ വെക്കരുത്. SL എവിടെ വയ്ക്കാൻ പാടുള്ളൂ? ഇതിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഒരു പൊടി ഇറക്കിയിട്ടേ വെക്കാൻ പാടുള്ളൂ. അവിടെ നമ്മൾ 2 രൂപ കൂടുതൽ പോവുക, 3 രൂപ കൂടുതൽ പോവുക നോക്കരുത്. കാരണം SL അടിക്കാണ്ട് ടാർഗറ്റ് അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് SL അടിക്കുന്നു പേടിച്ചിട്ട് എൻട്രി എടുക്കാൻ നിന്നാൽ SL അടിക്കും. മനസ്സിലാവുണ്ടോ? ഞാൻ ചെയ്യുന്നൊരു സെറ്റപ്പാണ് ഞാൻ പറയണത്. ഇനി നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ SL ഇട്ട് എൻട്രി എടുക്കാം. SL അടിച്ചാൽ എന്നൊന്നും പറയണ്ട കേട്ടോ. ടാർഗറ്റ് നമുക്ക് ഈ ഒരു ഹൈ വരെ വയ്ക്കാം. ശരിക്കും നമ്മൾ അങ്ങനെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ, 5 മിനിറ്റിൽ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ടാർഗറ്റ് അടിക്കുമോ അല്ലേ? നിങ്ങൾ നോക്കിയേ, ഇത് എത്രയാണ്? 430. ധൈര്യം കൂടി വേണം കേട്ടോ. ഇതിൻ്റെ അടിയിലിടണമെങ്കിൽ ഒരു 46, $50 ആക്കി റൗണ്ട് ഫിഗർ ആയിട്ട് കിട്ടോ, അങ്ങനെയൊക്കെ വരണം. അത് ധൈര്യവും വേണം കേട്ടോ നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട്. അതും ഞാൻ മെയിനായിട്ടുള്ള റീസണാണ്. ഒരു $50 ഇങ്ങനെ ഇട്ടിട്ട് ടാർഗറ്റ്, അത് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണ്ടും പറയുകയാണ്, ധൈര്യം വേണം. ഇട്ട് ധൈര്യമായിട്ട് നിൽക്കുക. നമ്മൾ എക്സിറ്റ് അടിക്കാനുള്ള ഏരിയയിൽ കറക്റ്റ് മറ്റേ TP സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രിഗറായി പോകുമല്ലോ. ധൈര്യമായിട്ട് കിടന്നുറങ്ങുക. സംഭവം നമുക്ക് ഇത്രയും $, പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു സെറ്റപ്പ്. ഓക്കെ, പിന്നെ ഇത്തിരിയും കൂടി കൺഫർമേഷൻ വേണമെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു $1000 എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു $800 എടുക്കണമെങ്കിൽ, അത് പ്രോത്സാഹനം തരല്ല കേട്ടോ, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. $ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങളിവിടെ മാർക്കറ്റ് വീക്ക് ആവണുണ്ടോ ഇല്ലയെന്ന് ആദ്യം മനസ്സിലാക്കാം. മാർക്കറ്റ് വീക്ക് ആവണില്ലേ? ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലിന് ശേഷം മാർക്കറ്റ് വീക്ക് ആവണുണ്ടോ ഇല്ലേ? ഉണ്ട്, നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ എന്താ വരുന്ന മക്കളെ, ഇവിടെ സെല്ലേഴ്സ് ഫെയിൽ ആവണില്ലേ? ഇവിടെ ഫെയിലായില്ലേ? ഇപ്പോൾ ഇവിടെ ഫെയിലായില്ലേ? ഇവിടെ ഇപ്പോൾ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ വന്നു ഇല്ലേ? ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ് വന്നത്. കാരണം ആ റെഡ് ക്യാൻഡിലിനെ ഡൊമിനേറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ വന്നു ഇല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത്രയും ബൈയിങ് പ്രഷർ ഉണ്ട്, അത്രയും ഡിമാൻഡ് ഉണ്ട് അവിടെ. മനസ്സിലായോ? അപ്പോൾ മാർക്കറ്റ് എന്ത് സെനാരിയോ ആണ് കാണിക്കുക? മുകളിലേക്ക് പോകാനുള്ള സെനാരിയോ ആണ് കാണിക്കുക. ഇനി നിങ്ങൾ നോക്കിക്കോ, എപ്പോഴാണോ ഈ ഒരു ക്യാൻഡിലിന് താഴെ വരുന്നത്, നമുക്കൊരു എൻട്രി എടുക്കാം. മനസ്സിലായില്ലേ? നമ്മളെങ്ങനെ എൻട്രി എടുക്കും? ഇപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ നമുക്ക് SL വയ്ക്കാം. പക്ഷേ 130 വരും, നമ്മൾ അത്രയും വയ്ക്കണ്ട. ഒരു $50 SL വെച്ചിട്ട് നമുക്ക് എവിടം വരെ ടാർഗറ്റ് വയ്ക്കാം? ഇതിൻ്റെ ഹൈ എടുക്കുന്നവരെ, ചിലപ്പോൾ 2 ദിവസം എടുക്കും, 3 ദിവസം എടുക്കും. ഇതിൻ്റെ ഹൈ വരെ വയ്ക്കാം. $712 പോകാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു നെക്സ്റ്റ് ഇനി നടക്കില്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ നെക്സ്റ്റ് ഇവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഫോം ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഇങ്ങനെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ, ആ ഗ്രീൻ ക്യാൻഡിൽ ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ, ഇത് ബ്ലൂ ആയിരിക്കും, ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്നാണ് മൂവ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നാണ് മൂവ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് അറിയുമോ? SL എടുത്തിട്ട് ഇതിൻ്റെ താഴെ വെക്കണം. ആ സ്ട്രോങ് ക്യാൻഡിലിൻ്റെ താഴെ SL കയറ്റി വെക്കണം. മനസ്സിലായോ? എന്നിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴും ഒരു റീടെസ്റ്റ് ഉണ്ടായിരിക്കും മാർക്കറ്റിന്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇതിൻ്റെ പകുതിയിലേക്കൊക്കെ വന്നിട്ടായിരിക്കും പിന്നെ തിരിച്ച് പോവുക. മനസ്സിലായില്ലേ?
അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഈ വിചാരിച്ച പോലെ ടാർഗറ്റൊക്കെ അടിക്കും. പക്ഷേ ഒരു കണ്ടീഷനുള്ളൂ, മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് തരുമ്പോൾ സ്വിങ്ങിൻ്റെ അടിയിലേക്ക് പിന്നെ എസ് എൽ ട്രയൽ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പൈസ നിങ്ങളുടെ മാത്രം പൈസയാണ്, മനസ്സിലായില്ലേ? അത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് അല്ലെങ്കിൽ 2 ചെവി 4 ചെവി 2 ചെവി ഇല്ല കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും. കാരണം നമുക്കൊരു $100 പ്രോഫിറ്റ് കാണിച്ചിട്ട് പിന്നെ അത് ലോസിൽ $50 കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? മനസ്സിലായില്ലേ? അത് വേണ്ട, കിട്ടുന്ന മതിയെന്നേ, കുറച്ച് മതി. നിങ്ങളിത് പഠിച്ചെടുക്കുക. നിങ്ങളൊരു 10 പ്രാവശ്യം ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ധൈര്യവും വരും, നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തിയും വരും. എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാതെയാണ് എന്നെ കുറ്റം പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അത് വിടാം. എന്നെ കുറ്റം പറയാൻ കുഴപ്പമൊന്നുമില്ല, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ 1 hourലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു 15 മിനിറ്റിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? 15 മിനിറ്റിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു കേസ് പറഞ്ഞാൽ, നിങ്ങൾ 50 മിനിറ്റിലാണ് ഇത് നോക്കണമെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കേണ്ടത് 3 മിനിറ്റിലോ 1 മിനിറ്റിലോ ആയിരിക്കണം. മസ്റ്റായിട്ടും ഓർത്തിരിക്കുക കേട്ടോ, അത് മറക്കരുത്. പിന്നെ ഏതെങ്കിലും ഒരു ടൈം ഫ്രെയിമിലാണ് ബ്രേക്കിംഗ് നോക്കണമെങ്കിൽ ആ ടൈം ഫ്രെയിമിൽ തന്നെ സെല്ലേഴ്സ് ഫെയിൽ ആവണമെന്നും കൂടി നോക്കണം. ഇപ്പോൾ 50 മിനിറ്റിലാണ് നോക്കുക, 50 മിനിറ്റിലാണ് ഇതുപോലെ ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് എന്താ പറയുന്നത് ബ്രേക്കിംഗ് തരണേന്ന് വയ്ക്കുക. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ് ഇതെടുക്കട്ടെ. ഓക്കെ, ബയ്യേഴ്സ് സ്ട്രോങ് ആയിട്ട് ഇതുപോലെ ബ്രേക്കിംഗ് തരുമ്പോൾ അതേ ടൈം ഫ്രെയിമിൽ തന്നെ ആയിരിക്കണം ആരും ഫെയിൽ ആവേണ്ടത്, സെല്ലേഴ്സും ഫെയിൽ ആവേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു ബ്രേക്കിംഗ് കണ്ടിട്ട് നേരെ പോയിട്ട് 5 മിനിറ്റിൽ, ഇപ്പോൾ 1 hourൽ ബ്രേക്കിംഗ് കണ്ടിട്ട് നേരെ പോയിട്ട് 5 മിനിറ്റിൽ പോയി നോക്കി കഴിഞ്ഞിട്ട് എൻട്രി എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് പറയുക, 5 മിനിറ്റിൽ നമുക്ക് പലതും കാണിച്ചു തരും. മനസ്സിലായോ? 5 മിനിറ്റിൽ ഇങ്ങനെയൊക്കെ ഫെയിലായത് കാണിക്കും. നമ്മൾ ആദ്യം വിശ്വസിച്ച് പോകും, 5 മിനിറ്റിലൊക്കെ ഇങ്ങനെ ബ്രേക്കിംഗ് ഫെയിലായതൊക്കെ കാണിക്കും. പക്ഷേ അടുത്തത് സാധനം ചിലപ്പോൾ ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഫുള്ള് ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കാണാം. വീഡിയോക്ക് ലെങ്ത്ത് കൂടിയാലും കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്താഗതിയിൽ മാത്രം ഇരിക്കുക. ഓക്കെ, ഇനി സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങളും ഇത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ പറഞ്ഞ പോലെ ക്യാൻഡിൽ പോവും. പക്ഷേ എൻ്റെ ഒരു ഇതാണ് പറയണത്, ഞാൻ അത്ര ഇത് പറയുന്നില്ല. ഇത് സ്ട്രോങ് ക്യാൻഡിൽ ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഇതിൻ്റെ അടിയിലേക്കൊന്ന് വരാനൊരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? ITC പ്രകാരമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൻ്റെ അടിയിൽ ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാശ് കൊടുത്താൽ കിട്ടാത്തത് വേറെ എവിടെ എനിക്ക് കിട്ടി എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ എടുത്ത് വെച്ചോ. മനസ്സിലായില്ലേ? അത് നിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ. നന്നാവണോണ്ടല്ല ഞാൻ പറയണത്. അതായത് ഒരു സെറ്റപ്പ് പണ്ടേ നോക്കിയ ഒരു സെറ്റപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ടൈമിൽ തന്നെ ITC പഠിച്ചു, ആ ടൈമിൽ തന്നെ SMC പഠിച്ചു, ആ ടൈമിൽ തന്നെ എന്താ പറയുക ട്രെൻഡ് ലൈൻ പഠിച്ചു, അല്ലെങ്കിൽ ക്യാൻഡിൽ ഫോർമേഷൻ അനുസരിച്ചുള്ള എൻട്രികൾ പഠിച്ചു, അല്ലെങ്കിൽ 20 EMIയും 30 EMIയും ഒക്കെ പഠിച്ചു. നിങ്ങൾ ഏത് സെറ്റപ്പിൽ എൻട്രി എടുക്കുക? നമുക്കെടുക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നൊരു കാര്യം ആലോചിച്ച് വെച്ചോ. ഒരൊറ്റ സെറ്റപ്പ്, ഒരൊറ്റ ലോട്ട്, 1:3 ടാർഗറ്റ്. മനസ്സിലായോ? ആ ഒരു ഒറ്റ സെറ്റപ്പിൽ നിങ്ങൾ 3 മാസം പ്രാക്ടീസ് ചെയ്യും. ഒരൊറ്റ സെറ്റപ്പ് വെച്ചിട്ട് 3 മാസം പ്രാക്ടീസ് ചെയ്യും, നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും. അല്ലാതെ 5 ദിവസം ITC പഠിച്ച്, 5 ദിവസം SMC പഠിച്ച്, 5 ദിവസം ബ്രേക്ക് ഔട്ട് എൻട്രി പഠിച്ച് അത് നിങ്ങളെ നല്ലൊരു പ്രോപ്പർ അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ട്രേഡർ ആക്കില്ല. നിങ്ങളതാദ്യം മനസ്സിലാക്കി. ആരെങ്കിലുമൊക്കെ കൈ കൊട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിയണ്ട. മനസ്സിലായോ? അവർ കൈ കൊട്ടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആനന്ദം കിട്ടുന്നുണ്ടാവും, അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ സന്തോഷത്തിൽ മുഴുകിക്കോട്ടെ. നിങ്ങൾ അവരുടെ സന്തോഷത്തിൽ ചേരാൻ നിന്നതിൽ കുഴപ്പം എന്താണെന്നറിയോ?
നിങ്ങളുടെ സന്തോഷം ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോൾ ആലോചിച്ചും കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കുക. സ്വന്തം റിസ്കിലെടുക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ സ്വന്തം റിസ്കിലെടുക്കുക. നിങ്ങളുടെ കാശാണ്, നിങ്ങളുടെ പൈസ, മനസ്സിലായില്ലേ? അത് പോയാലും വന്നാലും നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരവും നഷ്ടമൊക്കെ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ചിന്തിക്കുക. അറിവുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനെന്നല്ല, ഏതൊരു മെൻറ്റർ, ഒരു ചെറിയ പയ്യൻ, എന്നെക്കാളും താഴെയുള്ളൊരു പയ്യൻ പറഞ്ഞാൽ പോലും ഞാൻ അംഗീകരിക്കും. ഞാൻ മനസ്സിലാക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാനെല്ലാം തികഞ്ഞോനല്ല. എനിക്ക് നല്ല ബോധമുണ്ട് ഞാനെല്ലാം തികഞ്ഞോനല്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പഠിച്ച കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഇത് പറഞ്ഞു തരാൻ പറ്റണത്. മനസ്സിലായോ? അപ്പോൾ ഞാനെല്ലാം തികഞ്ഞോനല്ല. ആ നല്ല പരിപൂർണ ബോധമുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ മേലെ ചെക്ക് വയ്ക്കുന്ന പോലെ വേറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഈ ദേഷ്യപ്പെട്ട് സംസാരിക്കണത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്ന് തന്നെ ഇത് പോയിട്ട് ടാർഗറ്റ് അടിക്കും എന്നുള്ളത്. ഞാൻ 1 hour ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ വെച്ച ആ ടാർഗറ്റ് പോയി ഹിറ്റാക്കി. ഓക്കെ, ഞാൻ ടൈം ഫ്രെയിം കുറച്ച് തരാം കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ വരച്ച ഈ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് ലൈനിൻ്റെ തൊട്ട് താഴേക്ക് വന്നിട്ടായിരിക്കും പോവാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഞാൻ ഓൾറെഡി SL ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇതിനും തൊട്ട് മുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് എത്ര പോയിൻ്റാണെന്നറിയോ, എത്ര ഇത് അടിച്ചു എന്നറിയാം. ഓക്കെ, $713 അത് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, $100 SL വയ്ക്കാൻ കഴിവുള്ള ഒരാൾക്ക് ഇത്ര ഡോളറോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ വെച്ച SL ഹിറ്റായിട്ടില്ല, നിങ്ങൾ നോക്കിക്കോ. മനസ്സിലായോ? ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സ്വന്തം റിസ്കിലെടുക്കുക. രണ്ടാമത്തത്, പഠിപ്പിച്ച് തരുന്നത് നല്ല വ്യക്തമായിട്ട് ക്ലിയറായിട്ട് മനസ്സിലാക്കി ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. ഓക്കെ, പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത്, ഇത് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴും പ്രോഫിറ്റ് ആവണമെന്നില്ല. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷമയാണ് ഏറ്റവും വലുത്. മനസ്സിലായോ? ഓക്കെ, ക്ഷമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പക്കാ ഡിസിപ്ലിൻ വേണം. അതായത് ഇങ്ങനെ വന്നാലേ ഞാൻ എടുക്കൂ, മുകളിലേക്കൊരു മൂവ്മെൻറ്റ് പോകുമ്പോൾ ഞാൻ എടുക്കില്ല, ഞാൻ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് വന്നാൽ മാത്രം എടുക്കുള്ളൂ എന്നുള്ളൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. നിങ്ങളുടേതായ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്, ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു എൻട്രീനെ സമീപിക്കുന്ന രീതി. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. 1:17 ഓക്കെ, ഞാനിപ്പോൾ ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പെട്ടെന്ന് നോക്കിയപ്പോൾ ടാർഗറ്റ് അടിച്ചു, അതുകൊണ്ട് പറയുന്നുള്ളൂ. ഇത് ബിറ്റ് കോയിനാണ്, ബിറ്റ് കോയിനിൽ ഞാൻ ട്രേഡ് എടുക്കാറില്ല. പക്ഷേ നമ്മുടെ ഈ സെറ്റപ്പ് ഏത് ഒരു ഇതിലും വർക്ക് ചെയ്യും, പറയുന്ന പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ.